ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യമായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഓയിലൊഴിച്ച് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്രൈ ആയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അടുത്തതായി ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീഡിയം സൈസിലെ ഒരു 3 സവാള ചെറുതായി അരിഞ്ഞെടുക്കുക, 2 ചെറിയ തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, പുതിനയില, കറിവേപ്പില ആവശ്യത്തിന്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. റൈസ് നന്നായി കഴുകി വെള്ളം ഊറ്റി വയ്ക്കുക. ബിരിയാണി ഉണ്ടാക്കാനായി ഒരു വലിയ പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യും കുറച്ച് ഓയിലും ചെമ്മീൻ വറുത്തതിൻ്റെ ബാലൻസ് ഓയിലും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സ്പൈസസ് ആഡ് ചെയ്ത് നന്നായി മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് തുറന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അടുത്തതായി പൊടികൾ ഓരോന്നായി ചേർക്കാം. ആദ്യമായി മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. പൊടി മൂത്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുക. റൈസും മസാലയും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് തിളപ്പിച്ച വെള്ളം കൂടി ചേർക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തേക്കുന്നത്. നന്നായി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം സിമ്മാക്കി വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. റൈസ് ഒന്ന് കുക്കായി വരുമ്പോഴേക്കും അടപ്പൊന്ന് തുറന്ന് 2 സ്പൂൺ നെയ്യും കുറച്ച് മല്ലിയിലയും മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് അടച്ച് വയ്ക്കുക. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്